നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. മഞ്ചട്ടി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നാട്ടുവൈദ്യത്തിൽ വളരെ ഔഷധ പ്രാധാന്യമുള്ള സസ്യമാണ് മഞ്ചട്ടി. റൂബിയേസി കുടുംബത്തിലെ റൂബിയ ജനുസിൽപ്പെട്ട സസ്യമാണ് മഞ്ചട്ടി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം റൂബിയ കോർഡിഫോളിയ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ മഞ്ചട്ടി, ചൊവ്വല്ലിക്കൊടി, ശീവള്ളിക്കൊടി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ മഡർ എന്നാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ മഞ്ചിഷ്ട, വികക്ഷ, സമങ്ക, രക്താംഗി, രക്തയഷ്ടിക, കാലമേഷിക, യോജനവല്ലി, വസ്ത്രഭൂഷ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ മജിട്ട് എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ താമ്രമല്ലി എന്ന് വിളിക്കുന്നു. തമിഴ് ഭാഷയിൽ ഇതിനെ മന്തിട്ടു എന്ന് വിളിക്കുന്നു. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ മലയോര പ്രദേശങ്ങളിലും കുന്നുകളുടെ ചരിവുകളിലും മഞ്ചട്ടി കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലും ദക്ഷിണേന്ത്യയിൽ നീലഗിരിയിലും മൂന്നാറിലുമുള്ള കുന്നുകളുടെ താഴ്വരകളിലും ഇവയെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. രൂപവിവരണം നോക്കാം. പടർന്നു വളരുന്ന ഒരു ചെറിയ സസ്യമാണ് മഞ്ചട്ടി. ശരീരത്തിൽ കൊണ്ടാൽ മുറിയത്തക്ക അരമുള്ളതാണ് വള്ളികളും ഇലകളും. വള്ളികളുടെ നിറം പച്ചയാണ്. ചതുഷ്കോണാകൃതിയിലുള്ള പരിപരുത്തതും ദുർബലവുമാണ് വള്ളികൾ. ഇലകൾ ഹൃദയാകാരത്തിലുള്ളതും അഗ്രഭാഗം കുറുത്തതുമാണ്. ഇലകൾ സാൻഡ്പേപ്പർ പോലെ പരിപരുത്തതാണ്. പുഷ്പങ്ങൾ പത്രകക്ഷത്തിലാണ് ഉണ്ടാകുന്നത്. കറുപ്പോ നീലലോഹിത വർണ്ണമോ ഉള്ള ഫലങ്ങൾ ഉരുണ്ടതും ചെറുതുമാണ്. പുഷ്പങ്ങൾ വളരെ ചെറുതും പീതവർണ്ണത്തോടു കൂടിയതുമാണ്. ഫലങ്ങൾ ഉരുണ്ടതും ചെറുതുമാണ്. ഫലത്തിൽ ഒരു വിത്ത് മാത്രമേ ഉണ്ടാകൂ. ഇതിൻ്റെ വേരുകൾ നിറയെ നേരിയ ചുവപ്പ് നിറത്തിൽ നീളത്തിൽ ഉണ്ടാകുന്നതാണ്. രാസഘടകങ്ങളെ നോക്കാം. ഇതിൻ്റെ വേരിൽ മഞ്ചുസ്റ്റിൻ, ഗരാൻസിൻ, അലിസാരിൻ, സാന്തിൻ എന്നീ ഗ്ലൂക്കോസൈഡുകളും പർപ്പുരിൻ എന്ന രഞ്ജക പദാർത്ഥവും അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഈ സസ്യത്തിൻ്റെ വേരുകളാണ് കൂടുതലായും ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇലയും തണ്ടും അപൂർവമായി ഉപയോഗിക്കാറുണ്ട്. പിത്ത, രക്ത, കഫ വികാരങ്ങളെ ശമിപ്പിക്കുന്നതാണ്. മസ്തിഷ്കത്തെയും നാഡികളെയും സംബന്ധിക്കുന്ന വേദന, ശോഭം ഇവ ശമിപ്പിക്കുന്നതാണ്. രക്തശുദ്ധി ഉണ്ടാക്കുന്നതാണ്. രക്തപിത്തം, പ്രമേഹം, വിസർപ്പം എന്നിവ കുറയ്ക്കുന്നതാണ്. ശരീരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. വിഷഹരമാണ്. മഞ്ചട്ടി മൂത്രം വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷവാതം, നീര്, ആർത്തവമില്ലായ്മ എന്നിവയ്ക്ക് മഞ്ചട്ടി ഫലപ്രദമാണ്. വേരുപയോഗപ്പെടുത്തി നിരവധി കഷായങ്ങളും അരിഷ്ടങ്ങളും ചൂർണങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ട്. കുഷ്ഠം, ത്വക്ക് രോഗം എന്നിവയ്ക്കുള്ള മരുന്നുകളിൽ മഞ്ചട്ടി ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. മഞ്ചഷ്ടാദി കഷായം, പിണ്ടതൈലം, ശൃംഗി അരിഷ്ടം എന്നിവയിലെ പ്രധാന ഘടകമാണ് മഞ്ചട്ടി. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. മഞ്ചട്ടി വേര് ഉണക്കിപ്പൊടിച്ച് പനിനീരിൽ ലേപനം ചെയ്താൽ ചർമ്മത്തിലെ ചുളിവുകൾ ഇല്ലാതായിത്തീരും. 2. പ്രസവാനന്തരം സ്ത്രീകളുടെ വയറിൽ കാണപ്പെടുന്ന വെളുത്ത പാടുകളും ചുളിവുകളും ഇല്ലാതാക്കാൻ മഞ്ചട്ടി വേര് അരച്ച് പാലിലോ പനിനീരിലോ പുരട്ടിയാൽ മതി. 3. ശരീരത്തിലുണ്ടാകുന്ന നിറവ്യത്യാസം ഇല്ലാതാക്കാൻ മഞ്ചട്ടിയും നറുനീണ്ടിയും തേനിൽ അരച്ച് പുരട്ടിയാൽ മതി. 4. എത്ര പഴകിയ ത്വക്ക് രോഗങ്ങളും അകറ്റാൻ മഞ്ചട്ടിയിലയും മഞ്ഞളും ഇല്ലത്തിൻകരിയും ചേർത്ത് അരച്ച് മോരിൽ കലക്കി ധാര കോരി ഒഴിച്ചാൽ മതി. 5. പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ചുട്ടുനീറ്റൽ ഇല്ലാതാക്കാൻ മഞ്ചട്ടി വേര് പൊടിച്ച് 1/4 ടീസ്പൂൺ വീതം വെറും വയറ്റിൽ കഴിക്കുന്നത് ഗുണം ചെയ്യും. 6. മഞ്ചട്ടി, മാഞ്ചി, ചന്ദനം, പെരുങ്കുരുമ്പ എന്നിവ സമമെടുത്ത് ശുദ്ധജലത്തിൽ അരച്ച് കലക്കി എണ്ണ തേച്ച് കാച്ചി അരിച്ച് ലേപനം ചെയ്താൽ തീപ്പൊള്ളൽ ശമിക്കുന്നതാണ്. 7. ചുണ്ടുകൾക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഇരട്ടി മധുരം, മഞ്ചട്ടി എന്നിവ കൽക്കമാക്കി എണ്ണ കാച്ചി ചുണ്ടിൽ പുരട്ടിയാൽ മതി. 8. മഞ്ചട്ടി കഷായ രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ്. 9. മൂത്രാശയ കല്ലുകൾ ഇല്ലാതാക്കുവാൻ മഞ്ചട്ടി വേര് ഉണക്കിപ്പൊടിച്ച് 1/4 ഗ്രാം വീതം തേനിൽ ചാലിച്ച് ദിവസവും 2 നേരം വീതം കഴിക്കുക. 10. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഗർഭാശയ ശുദ്ധിക്കും 50 ഗ്രാം മഞ്ചട്ടി എടുത്ത് 1.5 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 400 മില്ലിയാക്കി വറ്റിച്ച് 100 മില്ലി വീതം
1 സ്പൂൺ തേൻ മേമ്പൊടിയായി ചേർത്ത് ദിവസം 2 നേരം 4 ദിവസം കഴിച്ചാൽ ശമനമുണ്ടാകും. 11 രക്തചന്ദനം, മഞ്ചട്ടി, വെളുത്ത കൊട്ടം, പാച്ചോറ്റിത്തൊലി, ഞാഴൽപ്പൂവ്, പേരാലിൻ മൊട്ട്, ചണമ്പയർ ഇവ അരച്ച് തേച്ച് കഴിഞ്ഞാൽ കരിമംഗല്യം അല്ലെങ്കിൽ കരിമുഖം ശമിച്ച് മുഖകാന്തി ഉണ്ടാകും. 12 മഞ്ചട്ടി വേര് 1/2 ഗ്രാം മനുഷ്യമൂത്രത്തിൽ അരച്ച് കുടിക്കുകയും കടിയേറ്റ ഭാഗത്ത് മനുഷ്യമൂത്രത്തിൽ അരച്ച് കൂടെ തേക്കുകയും ചെയ്താൽ പഴുതാര, തേൾ തുടങ്ങിയ വിഷജീവികൾ കടിച്ചുണ്ടാകുന്ന നീരും വേദനയും ശമിക്കുന്നതാണ്. 13 പ്രസവാനന്തരം ഗർഭാശയ ശുദ്ധിക്കും പ്രസവാനന്തരം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾക്കും 50 ഗ്രാം മഞ്ചട്ടി എടുത്ത് 1.5 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 400 മില്ലിയാക്കി വറ്റിച്ച് 100 മില്ലി വീതം 1 സ്പൂൺ തേൻ മേമ്പൊടിയായി ചേർത്ത് ദിവസം 2 നേരം വെച്ച് 15 ദിവസം കഴിച്ചാൽ ഗുണകരമാണ്. 14 വിഷജന്തുക്കൾ കടിച്ചാൽ മഞ്ചട്ടിയുടെ വേരരച്ച് മുറിവായിൽ പൂശുകയും മഞ്ചട്ടിയുടെ വേരരച്ച് 1/2 ഗ്രാം വീതം 3-4 പ്രാവശ്യം ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ ശമനമുണ്ടാകും. 15 മഞ്ചട്ടിയുടെ വേര് കഷായം വെച്ച് പതിവായി കുടിച്ചാൽ മൂത്രാശയ കല്ല് ക്രമേണ ദ്രവിച്ചു പോകും. 16 മുഖത്തും മറ്റ് ശരീരഭാഗത്തും വരുന്ന കളർ മാറ്റങ്ങൾ, നിറവ്യത്യാസങ്ങൾ മഞ്ചട്ടിയുടെ വേര് അരച്ച് തേനും ചേർത്ത് പതിവായി പുരട്ടുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ ശമനമുണ്ടാകും. 17 ആട്ടുകൊട്ടപ്പാല, കാട്ടുവെള്ളരി, കരളയകം, വേലിപ്പരുത്തി, മണിക്കഞ്ഞകം, അതിവിടയം എന്നിവ കത്തിച്ച് ഭസ്മം എടുക്കണം. ആ ഭസ്മത്തിൽ ചരളം, മരമഞ്ഞൾ തൊലി, മഞ്ഞൾ, ഏലത്തരി, ഇരുവേലി, മഞ്ചട്ടി, ചുവന്നരത്ത, കാർഗോഗിലരി എന്നിവ അരച്ച് കലക്കണം. എന്നിട്ട് ഈ ലായനി മുറികളിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ തളിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയും പ്രദേശവും വിഷരഹിതമായിത്തീരും. പാർശ്വഫലങ്ങളെ നോക്കാം. മഞ്ചട്ടി അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരാവ്യൂഹത്തെ ബാധിക്കുകയും ബോധക്ഷയത്തെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് ഉള്ളിൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മായം ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം. യഥാർത്ഥ മഞ്ചട്ടിയുടെ വേര് ഇപ്പോൾ മാർക്കറ്റിൽ ദുർലഭമാണ്. മഞ്ചട്ടിയുടെ തണ്ടും മറ്റുമാണ് മഞ്ചട്ടി വേരായിട്ട് മാർക്കറ്റിൽ വരുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാനായിട്ട്. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ സ്വയം പരീക്ഷിച്ച് നോക്കരുത്. വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെ. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.